റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ ഷാജി മാധവനെയാണ് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാന്യനായ യോഗാധ്യക്ഷനും ട്രസ്റ്റ് പ്രസിഡന്റുമായ ശ്രീ കമൽ സാറ്, വൈസ് പ്രസിഡന്റ് പ്രകാശൻ സാറ്, നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം ടീച്ചർ, സഹയോഗം സെക്രട്ടറി ശ്രീ ഷൺമുഖദാസ്, അതുപോലെ സഹയോഗം പ്രസിഡന്റായ കലേഷ്, പിന്നെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും. ട്രസ്റ്റിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ എല്ലാ ജാതകവും സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ട്രസ്റ്റ് ഇത്ര ഭംഗിയായി പോകുന്നത് 22 വർഷമായി ഈ ട്രസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും അതിന് മൂല കാരണം എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു നേതൃത്വമുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് ശ്രീ കമൽ സാറാണ്. ആ നേതൃത്വം എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കൂട്ടിയിണക്കി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കാര്യങ്ങളുണ്ടായാലും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനൊരു പോംവഴി ഉണ്ടാക്കാനും സാറിനുള്ള കഴിവ്, ആ കഴിവിൻ്റെ പേരിലാണ് ഈ ട്രസ്റ്റ് 22 വർഷമായിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും എനിക്കധികം കടക്കാനില്ല. ഇതിൻ്റെ റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ. പിന്നെ ഏതൊരു പ്രസ്ഥാനവും അതിൻ്റെ റണ്ണിങ്ങിൽ വളരെ ചെറുതും വലുതുമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവും. ആ ഇടപാടുകൾ വളരെ കൃത്യമായി കൊണ്ടുപോവുക, അങ്ങനെ കൊണ്ടുപോകുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്ട്രിക്ട്നെസ്സും അതുപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് ട്രസ്റ്റ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ അത് മറ്റാരും അതിനകത്തൊരു ബുദ്ധിമുട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതെ ആയതുകൊണ്ടാണ് ഈ 22 വർഷം ഇതിവിടെ പൂർത്തിയായിരിക്കുന്നത്. മറ്റൊന്നും പറയാനില്ല, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഗുരുദിന ട്രസ്റ്റ് അംഗം ശ്രീ CK മോഹൻ അവരുടെ ഭാര്യ മാതാവ്, അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മഹത് വ്യക്തികൾ, ഇവരുടെ വിയോഗത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗുരുദിന ട്രസ്റ്റിന്റെ 22ാമത് വാർഷിക റിപ്പോർട്ടും കണക്കും ഇവിടെ അവതരിപ്പിക്കുന്നു. 15/2/2025 മുതൽ 6/2/2026 വരെയുള്ള വാർഷിക റിപ്പോർട്ടും കണക്കും. ട്രസ്റ്റിന്റെ 22ാമത് വാർഷികാഘോഷം 14/2/2025 ശ്രീ MN രാജൻ മേട്ടുംപുറത്ത് ഭവനത്തിൽ വെച്ച് വളരെ ഭംഗിയായി നടത്തുകയുണ്ടായി. വാർഷിക യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഭരണസമിതി മാറ്റമില്ലാതെ തുടരുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം വാർഷിക കണക്കനുസരിച്ച് ട്രസ്റ്റ് ആസ്തി 2,17,872 രൂപയാണ്. ഈ റിപ്പോർട്ട് കാലയളവിൽ 12 പൊതുയോഗങ്ങളും 2 പ്രത്യേക യോഗങ്ങളും കൂടുകയുണ്ടായി. സാധാരണയായി എല്ലാ മാസത്തിലെയും ആദ്യ ഞായറാഴ്ച തന്നെയാണ് പൊതുയോഗത്തിനായി നിശ്ചയിച്ചിട്ടുള്ളത്. അംഗങ്ങളിൽ നിന്നും മാസം തോറും 500 രൂപ നിക്ഷേപമായും 10 രൂപ മാസവരിയായും സ്വീകരിച്ച് ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നടത്തി വരുന്നു. അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച 11,400 രൂപയുടെ അടിയന്തര ചികിത്സാ സഹായ നിധിയും ട്രസ്റ്റിനുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ പരമാവധി 5,000 രൂപ വരെ ചികിത്സാ സഹായമായി നൽകി വരുന്നു. സംഘം സ്വരൂപിക്കുന്ന നിക്ഷേപത്തിൽ നിന്നും പരമാവധി 30,000 രൂപ വരെ തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ അംഗങ്ങൾക്ക് വായ്പയായി നൽകി വരുന്നു. ട്രസ്റ്റിൽ 19 കുടുംബങ്ങളാണ് ഇപ്പോൾ അംഗമായിട്ടുള്ളത്. ട്രസ്റ്റിന്റെ ആരംഭം മുതൽ ട്രസ്റ്റിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് ആദരണീയ ശ്രീ VK കമലഹാസൻ സാറാണ്. ട്രസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ അംഗങ്ങളെയും ചേർത്ത് നിർത്തി ട്രസ്റ്റ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ്. എല്ലാ അംഗങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് അംഗങ്ങൾ സഹായമാകുന്നതും വലിയ മുതൽ മുടക്കില്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങണമെന്ന ആഗ്രഹത്തിന്റെ ഫലമായി ഒരു പരസ്പര സഹായ നിധി 25 അംഗങ്ങളുള്ള 25 മാസം കൊണ്ട് തീരുന്നത് പ്രവർത്തനം നടത്തി വരുന്നു. ശ്രീ VK കമൽ സാറ്, ശ്രീ PS പ്രകാശ് സാറ്, ശ്രീ CK മോഹൻ സാറ്, ശ്രീ ഷാജി MV എന്നിവർ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നു. സഹായ നിധികളുടെ ഒരു നമ്പർ ആണ് ഇപ്പോഴുള്ളത്. ഒരെണ്ണം കൂടി ആരംഭിക്കണമെന്നാണ് ട്രസ്റ്റിന്റെ ആലോചന. ഇതിലേക്കായി എല്ലാ അംഗങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. എല്ലാ വർഷവും കലാകായിക പഠന മേഖലകളിൽ ഉന്നത വിജയവും നിലവാരവും പുലർത്തി വരുന്നവരെ ട്രസ്റ്റ് ആദരിച്ചു വരുന്നു. സംസ്ഥാന കലോത്സവത്തിൽ സംസ്കൃത നാടകത്തിന് A ഗ്രേഡ് നേടിയ കുമാരി കീർത്തന കരീഷിനെ ഈ വർഷം ആദരിക്കുന്നു. ഒപ്പം ഇനിയും നല്ല വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.
ഈ കഴിഞ്ഞ വിഷു ആഘോഷം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ കമൽ സാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. എല്ലാവർക്കും ട്രസ്റ്റിന്റെ വകയായി വിഷു കൈനീട്ടം നൽകുകയുണ്ടായി. ട്രസ്റ്റ് അംഗങ്ങളുടെ ഭവനത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ട്രസ്റ്റ് അംഗങ്ങൾ പങ്കുചേർന്നു വരുന്നു. കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം എല്ലാവർക്കും കൊടുത്തു വരുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചേലച്ചൂട് ബ്രാഞ്ചിൽ നിന്നും എടുത്തിരുന്ന ലോൺ അടച്ചു തീർത്തു. എന്നിരുന്നാലും മുൻ അംഗങ്ങളായിരുന്ന ശ്രീമതി രമണിയും 2026 ജൂൺ 26 കൂടി പ്രത്യേക യോഗത്തിൽ ഇതുവരെ അംഗങ്ങൾ അടച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഗുരുദേവാനുഗ്രഹത്താൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഗുണകരമാകും വിധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ടും ഈ വാർഷിക റിപ്പോർട്ടും കണക്കും ട്രസ്റ്റിന്റെ അറിവിലേക്കായി സമർപ്പിക്കുന്നു. കണക്ക് മുൻനിരിപ്പ് 2,17,000 മുൻനിരിപ്പ് 2,17,872. കറണ്ട് നിക്ഷേപം 1,15,500. മാസവരി 2,260. പലിശ വരവ് 41,389. വാർഷികാഘോഷം 19,000. ഗിഫ്റ്റ് 9,000. UBI ലോൺ അടയ്ക്കുന്നതിനായിട്ട് ലഭിച്ചത് 25,000. ആകെ 4,32,108. ഇനി അതാണ് നമ്മുടെ വരവ്. ചെലവ് വാർഷികാഘോഷം കഴിഞ്ഞത് 30,740. ഗിഫ്റ്റ് 20,000. വിഷുക്കൈനീട്ടം 9,535. ട്രസ്റ്റ് സീൽ നിർമ്മിച്ചത് 400. ട്രസ്റ്റിന് ഒരു കുട്ടികളെ ആദരിക്കുന്ന ബാനർ വെച്ചത് 480. സഹായനിധിക്ക് വേണ്ടി ഒരു ചെറിയ പാത്രം വാങ്ങിയത് 120. മെഡിക്കൽ സഹായം 10,000. മറ്റ് ചെറിയ ചെലവുകൾ 240. UBI ലോൺ അടച്ചത് 33,000. യാത്രാ ചെലവുകൾ 3,000. ആദരാഞ്ജലി 700. TR സ്നാക്ക് 420. നിൽപ്പ് വായ്പ 1,87,294. മെഡിക്കൽ സഹായം 3,000. നീക്കിയിരിപ്പ് 1,33,179. ആകെ 4,32,108. ഇതാണ് നമ്മുടെ റണ്ണിംഗ് കണക്ക്. ഒരു സുപ്രധാന രേഖയാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം നമുക്കൊരു സംഗീതം കേട്ടാലോ? ആ സംഗീതം അവതരിപ്പിക്കുന്നതിന് വേണ്ടി രമ്യ കലേഷിനെ ക്ഷണിക്കുന്നു.
അലയുമ്പോഴും അഴകിൻ നിഴലിൽ അലിയുന്നുവോ? മാനത്തെ മച്ചിൽ നിന്നും അമ്പിളി താഴോട്ടിറങ്ങി വന്നു. താമരപ്പൂങ്കളത്തിൽ തണുപ്പിൽ നീന്തി കുളിച്ചിടുന്നു. തെന്നൽ വന്നതും പൂവുലഞ്ഞുവോ? ഒരു കോടി മാമ്പൂക്കിനാക്കൾ ഒരു മഞ്ഞു കാറ്റിൽ കൊഴിഞ്ഞു. അതിലെന്റെ പേരുള്ള പൂവിൽ ഒരു മൗനമുണ്ടായിരുന്നു. ഇനിയും വരുമോ കിളിവാതിലിൽ പനിനീർ കുയിലേ കുളിരോടി നീ? ആടുന്നുണ്ടേ മനസ്സിൽ മാമയിലാടുന്നുണ്ടേ. മാരിവിൽ പീലിയിടും വിരിച്ചൻ മോഹങ്ങളാടുന്നുണ്ടേ. തെന്നൽ വന്നതും പൂലഞ്ഞുവോ? പൂലഞ്ഞതും ഇളം തെന്നൽ മെല്ലെ വന്നുവോ? കടങ്കഥയല്ലയോ? ായി തന്നെ രമ്യ നല്ല സംഗീതം നടത്തി. അപ്പം രമ്യക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തത് നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശാഖാ സെക്രട്ടറി ശ്രീ എം.എൻ. ഷൺമുഖദാസ് എത്തിയിട്ടുണ്ട്. ഷൺമുഖദാസിനെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളും. ഏറെ ബഹുമാന്യായ യോഗത്തിൻ്റെ അധ്യക്ഷൻ കമൽ സാറ്, യോഗോദ്ഘാടനം ചെയ്യാൻ എത്തിയ ആദരണീയായ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കോമളൻ ടീച്ചർ, സംഘത്തിൻ്റെ സെക്രട്ടറി ഷാജി ചേട്ടൻ, വൈസ് പ്രസിഡന്റ് പ്രകാശ് സാറ്, എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മോഹൻദാസ് സാറ്, സുകുമാരൻ സാറ്, സാജി ചേട്ടൻ, രാജൻ ചേട്ടൻ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ടീച്ചർ പറഞ്ഞ പോലെ ഏറെ സന്തോഷമുണ്ട് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഒരു 20 അംഗങ്ങൾ കൂടിയ ഒരു ട്രസ്റ്റ്, ഒരു സംഘം 22 വർഷം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. കാരണം പല സംഘങ്ങളും നമ്മുടെ ശാഖയിൽ ഉണ്ടായിട്ടുണ്ട്. പുരുഷന്മാരുടെയും വനിതകളുടെയും. അതിനൊന്നും ഇതുപോലെ ഇത്രയും വലിയൊരു ആയുസ് ഉണ്ടായിട്ടില്ല. ചില സംഘങ്ങൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ പിരിഞ്ഞു പോകും, അടുത്ത അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുമ്പോൾ അടുത്ത സംഘം പിരിഞ്ഞു പോകും. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ പിരിഞ്ഞുപോയ സംഘങ്ങളേ ഉള്ളൂ നമ്മുടെ അറിവില്. എന്നാൽ ഗുരുചൈതന്യ ട്രസ്റ്റിന് നല്ല ഒരു നേതൃത്വം നമ്മുടെ സാറിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളം അധ്യാപകനായിരുന്നു. നിരവധി വർഷം സഹായോഗത്തിന്റെ നേതൃസ്ഥാനത്തിരുന്നു. രാഷ്ട്രീയ രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു സംഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘം എങ്ങനെ കൊണ്ടുപോകണമെന്ന് സാറിന് കൃത്യമായിട്ട് അറിയാം. അതേപോലെ മറ്റൊരു അധ്യാപകനാണ് നമ്മുടെ പ്രകാശ് സാറ്. അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ അധ്യാപകരെയാണ്. മറ്റേത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും വിരമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ബഹുമാനമൊന്നും ഒരു ജോലിയിലൊന്നും കിട്ടിയല്ല. പക്ഷെ അധ്യാപകർക്ക് അങ്ങനെയല്ല. അവരുടെ മരണം വരെ അവരെല്ലാ ആളുകളും
അവർ ബഹുമാനിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ, എവിടെ വെച്ച് കണ്ടാലും. കാരണം അവർ ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ മക്കളെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന, അപ്പോൾ കാരണന്മാർക്കും മക്കൾക്കും എല്ലാം അവരോടുള്ള ബഹുമാനവും സ്നേഹവും ഉണ്ടാകുന്നതാണ്. അപ്പൊ അവർക്ക് ഈ സംഘത്തിൽ ഇപ്പം സുകുമാരൻ സാറുടെ വരുമ്പോഴത്തേക്ക് 3 അധ്യാപകർ തന്നെയാവും. ഇതിന്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന കമൽ സാറും പ്രകാശ് സാറും ഈ ഇരിക്കുന്ന എല്ലാവരെയും ഒരേ കുടുംബത്തോടെ തന്നെ, ഒരു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടിയെത്താനും, അല്ലെങ്കിൽ സ്ഥലത്തില്ലെങ്കിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്തി അതിന് കാര്യങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഈ സംഘത്തിലുള്ള ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു, ഓരോരുത്തരും ചെയ്യുന്നുമുണ്ട്. അപ്പൊ അവരുടെ ആ നേതൃത്വത്തെ നിങ്ങൾ ഈ സംഘത്തിലുള്ള അല്ലെ ഈ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം നിങ്ങൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 22 വർഷത്തെ ഈ നല്ല രീതിയിലുള്ള യാത്ര. സാറ് പറഞ്ഞു ആദ്യം 40,000 രൂപ ഒരു ആവശ്യം ഒരു വീട് പണിക്കോ അല്ലെ മക്കളുടെ വിവാഹത്തിനോ നൽകുമായിരുന്നു എന്ന്. ആദ്യകാലത്ത് 40,000 രൂപ കൊടുത്താൽ 10 പവൻ സ്വർണം മേടിക്കായിരുന്നു. ഇപ്പം 40,000 രൂപ കൊടുത്താൽ 3 ഗ്രാം പോലും കിട്ടിയല്ല. എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ മുതൽ അത്രയും രൂപ ഒരു സംഘത്തിൽ ഒരു അംഗത്തിന് കൊടുത്ത് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ കാണിച്ച വലിയൊരു മനസ്സ് അത് ഈ സംഘത്തിലുള്ള എല്ലാവർക്കും കടപ്പെട്ടിരിക്കുന്നതാണ്. സാർ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഈ തലമുറയോടുകൂടി നിന്ന് പോകേണ്ടതല്ല. ഇത് വരുന്ന തലമുറ, ഇപ്പം കലേഷ് രാജചേട്ടനായിരുന്നു, രാജചേട്ടന് പറ്റാതെ വന്നപ്പോൾ കലേഷ് ആ സംഘത്തിന്റെ എല്ലാവരും മെമ്പറായിട്ട് ഈ ട്രസ്റ്റിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറ്റാതെ വരുമ്പോൾ ഈ ഇത്രയും ഭംഗിയായിട്ട് പോകുന്ന ഈ സംഘത്തെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ മക്കളുടെ ചുമതലപ്പെടുത്തി ഇതുകൊണ്ട് നിങ്ങളുടെ ഒരു കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ സമുദായത്തിനും നമ്മുടെ സംഘടനയ്ക്കും എല്ലാം ഗുണകരമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പോലും കാണാൻ ഇത്രയും വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം. അപ്പൊ ഇതിന്റെ ഓരോ കാര്യങ്ങളിലും എല്ലാ വർഷവും 3-4-5 വർഷമായിട്ട് ഉള്ള വാർഷിക യോഗങ്ങളിൽ എന്നെയും വിളിക്കാറുണ്ട്. എന്നാലും നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു സംഘം കൂടുമ്പോൾ സാധാരണ സംഘത്തിലുള്ള 20 പേരാണ്. ഇപ്പൊ 20 കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളെയും വിളിച്ച് ഇതുപോലെ ഒരു നല്ല കലാപരിപാടികളും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകാനും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയാനും എല്ലാവർക്കും സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുന്ന ഈ ഗുരുചൈതന്യ ട്രസ്റ്റ് ഇനിയും കൂടുതൽ വർഷങ്ങളിലേക്ക് ഇതിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു. നമുക്കൊരു സംഗീതം ശ്രവിച്ചാലോ? നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പല വാർഷികാഘോഷങ്ങളിലും പങ്കെടുത്തു വരുന്നതാണ് സ്മിത ജോഷി. സ്മിത ജോഷിയെ ക്ഷണിക്കുന്നു. പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരി സുമരാജി കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരി സുമരാജി കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി
മണ്ണിൽ കാണാറായി ഹേമരാഗകണങ്ങൾ ഊത്താലം വലം കൈയിലേന്തി വാസന്തം ഹൃദയ സരോവരമാകെ പൊന്നരയന്നങ്ങൾ നീന്തി നീരവതീരം നീളെ തളിരാലവട്ടങ്ങൾ വീശി ഹൃദയ സരോവരമാകെ പൊന്നരയന്നങ്ങൾ നീന്തി നീരവതീരം നീളെ തളിരാലവട്ടങ്ങൾ വീശി ഏതോ മായാസംഗമം സാന്ദ്രതാളമായി ജന്മം തേടും ഭാവുകം രാഗമർമരമായി പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരി സുമരാജി കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി പൂത്താലം വലം കൈയിലേന്തി വാസന്തം. മിതാ ജോഷിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തത് ഒരു ആശംസാ പ്രസംഗമാണ്. ട്രസ്റ്റിന്റെ മുൻകാല സെക്രട്ടറി ആയിരുന്ന ശ്രീ വി ജി മോഹനെ ക്ഷണിച്ചു. ഏറ്റവും പ്രിയങ്കരനായ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ കമൽ സാറെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ കോമള ടീച്ചറെ, സഹയോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ ഷൺമുഖദാസ് അവറുകളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്ഷണിക്കപ്പെട്ട് അതിഥികളായി എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ആൾക്കാരെ, അതേപോലെ തന്നെ നമ്മളുടെ സുമാരൻ സാറും ചേച്ചിയും വന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ട് സുമാരൻ സാറും ചേച്ചിയെ നമ്മൾ 22ഓളം വർഷമായി ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് എന്താണേലും നല്ല ഭംഗിയായിട്ട് ഭഗവാന്റെ നാമധേയത്തിൽ ആരംഭിച്ച് ഇപ്പോഴും ഒരു മുടക്കം കൂടാതെ വളരെ ഭംഗിയായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി എല്ലാം ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവുകയാണ്. ഈ ട്രസ്റ്റിൻ്റെ വാർഷിക പൊതുയോഗത്തിലെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു ഭക്തിഗാനം പാടാമെന്ന് അമ്മ ജാനകിയമ്മ പറഞ്ഞു. ജാനകിയമ്മയെ ഭക്തിഗാനത്തിനായി, ആദ്യകാല ഭക്തിഗാനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമായി ഞങ്ങളെ കാത്തുമാറാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമായി ഞങ്ങളെ കാത്തുമാറാകണം. നേർവഴിക്ക് ഞങ്ങളെ കൊണ്ടുപോയിടണം, നേർവാരും സങ്കടം ഭസ്മമാക്കിയിടണം. ദുഷ്ടസംരക്തം വരാതെയായിടണം, നല്ല കാര്യങ്ങളിൽ ചിന്തയുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, സത്യം പറയുവാൻ ശക്തി തന്നിടണം. ഈശ്വര പ്രാർത്ഥന കേൾക്കണം ദൈവമേ ഗുരുദേവ, ഞങ്ങളെ അറിഞ്ഞും അറിയാതെ ചെയ്തവോ
പാപങ്ങളെല്ലാം പൊറുത്തിടണം. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം. പാപമായി ഞങ്ങളെ കാത്തുമാറാകണം. നേർവഴിക്ക് ഞങ്ങളെ കൊണ്ടുപോയിടണം. നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം. ദുഷ്ടസംരക്തം വരാതെയായിടണം. നല്ല കാര്യങ്ങളിൽ ചിന്തയുണ്ടാകണം. നല്ല വാക്കോതുവാൻ പ്രാണിയുണ്ടാകണം. സത്യം പറയുവാൻ ശക്തി തന്നിടണം. ദൈവമേ ഗുരുദേവ, അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുത്തിടണം. എൻ്റെ ഭഗവാനെ ദൈവമേ ഗുരുദേവ, ഗുരുദേവ, അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുത്തിടണം. അടുത്തത് ഒരു ആശംസാ പ്രസംഗമാണ്. ട്രസ്റ്റിന്റെ മുൻകാല വൈസ് പ്രസിഡന്റ് ശ്രീ KD ദാമോദരൻ അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള യോഗാധ്യക്ഷൻ, സംഘത്തിൻ്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് പ്രകാശ് സാറ്, ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് കലേഷ്, സെക്രട്ടറി, മറ്റ് ഈ ട്രസ്റ്റിലെ കമ്മിറ്റി അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ ഈ 23-22 വർഷത്തെ സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഇനി ആശംസകൾ പറയുമ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല. ഞങ്ങൾ 23 വർഷമാകുമ്പോഴും ഇന്നലെ ഈ വർഷത്തിൻ്റെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഇന്നലെ കണക്കും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഇന്ന് വാർഷികം നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്താതെ തലേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെയാണ് നടത്താറുള്ളത്. അതിലൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ 24ാമത്തെ വർഷത്തിലേക്കും വീണ്ടും പ്രസിഡന്റിനെ സാറിനെ തന്നെ തെരഞ്ഞെടുത്തു. അത് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേറൊരാളും വേണ്ട എന്ന് ഞങ്ങൾ ഐക്യകണ്ഠേന തന്നെ തീരുമാനിച്ച് ആ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും സാറ് തന്നെ നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ അതിനകത്തൊരു കാര്യം കൂടി, ഈ ട്രസ്റ്റിന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇവിടെ സാറ് സൂചിപ്പിച്ചു, ഒരു ട്രസ്റ്റ് കൂടുമ്പോൾ മറ്റുള്ള സംഘങ്ങളെ അപേക്ഷിച്ച് വിപരീതമായി നടത്താറുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ പല സംഘങ്ങളിലും പറയാറുണ്ട്, ദൈവദശകം ചൊല്ലി നാരായണമൂർത്തിയെ ചൊല്ലി അവസാനിപ്പിക്കുന്ന സംഘം. സാർ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് സംശയമാണ്. ഇന്ന് ഞാൻ അതുപോലെ തന്നെ സംഘം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം, എന്തെങ്കിലും 1 മണിക്കൂർ സാറ് പറയും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറയും, സമയം കൂടുതലായി പോയെങ്കിൽ നിങ്ങൾ പറയണം. ഇല്ല പറഞ്ഞോ സാറ് എന്ന് പറയും. കാരണം ഇവിടെ നമ്മുടെ ശാഖയുടെ സെക്രട്ടറി വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു. ദീർഘകാലം നമ്മുടെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട്, മലയാള അധ്യാപകൻ, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ഗുരുദേവ ദർശനങ്ങൾ കാണാപ്പാടം പഠിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘത്തിൽ ഒരു വിഷയം ഇന്നലെ പറഞ്ഞുവെങ്കിൽ അടുത്ത 1-ാം തീയതി 2-ാം തീയതി നടക്കുന്ന സംഘത്തിൽ വേറൊരു കഥയായിരിക്കും പറയുന്നത്. ഈ 22 വർഷവും അതേ രീതിയിൽ ഉള്ള കഥകളും ചരിത്രങ്ങളും ഗുരുദേവ ദർശനങ്ങളും മറ്റുള്ള മതങ്ങളുടെ കാര്യങ്ങളും ഇതെല്ലാം അവതരിപ്പിക്കുകയും ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പുസ്തകത്തിൽ നോക്കാതെ ഇത് പറയാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ഓർമ്മശക്തി ആ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കമലാ സാറിന് ഉണ്ട് എന്നുള്ളത് ഇന്ന് ഞാൻ സെക്രട്ടറി എഴുതിക്കൊണ്ട് പറയുകയാണ്. എൻ്റെ വീട്ടിൽ നടന്ന കുടുംബയോഗത്തിൽ ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയുണ്ടായി, സാറ് നമ്മുടെ ശാഖായോഗത്തിൽ നടന്ന കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ ക്ലാസ് എടുക്കാനായിട്ട് സാറിനെ ബുക്ക് ചെയ്യുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബയോഗത്തിൽ ഞാനിന്ന് സൂചിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർത്തു വെക്കാനുണ്ട് എങ്കിൽ നമ്മളെ സാറ് പറയുന്ന കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ നോക്കാതെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഇത് ഞാൻ എടുത്ത് പറയുന്നത്
ഒരു സംഘത്തിൽ പോലും അങ്ങനെ ഒരു കാര്യങ്ങളോ ചരിത്രങ്ങളോ പറയാൻ ഉള്ള ആളുകളില്ല എന്നുള്ളത് നമ്മൾ തർക്കിച്ച് പറയാം. അതുകൊണ്ട് ഈ തുടർന്നുള്ള സംഘത്തിലെ ഭാവിയിലേക്കുള്ള പ്രവർത്തനത്തിലെ നല്ല ഒരു മാതൃകാ സംഘമായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖല തന്നെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ആദരവൊക്കെ തന്നു. കാർഷിക മേഖലയിൽ നല്ല ഒരു വിളവെടുപ്പും പച്ചക്കറിയെല്ലാം ഉണ്ടാക്കിയായിരുന്നു. ഈ വർഷം കാലാവസ്ഥയുടെ പ്രതികൂലമായതുകൊണ്ട് നമുക്കത് കാണുന്നില്ല. അത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘം കൂടിയാണ് ഗുരുതൈല ട്രസ്റ്റ്. അത് വീണ്ടും ഇന്നലെ ഞങ്ങൾ സംഘത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ആരുടെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിക്ക് ഞങ്ങൾ എടുക്കാനും കൂടി ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനം കൂടെ ഈ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു താല്പര്യം ഞങ്ങൾ സംഘത്തിലേക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി, നമ്മുടെ സുകുമാരൻ സാറ് നമ്മുടെ സംഘത്തിൽ ഒഴിവ് വരുമ്പോൾ ഒരാൾക്ക് സാർ ഇവിടെ സൂചിപ്പിച്ചു, ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെ സ്ഥലം വിറ്റ് പോകുമ്പോൾ ആ ഒരു ഒഴിവിലേക്ക് പല ആളുകളും വരണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുക. അപ്പൊ അതനുസരിച്ച് ആ ഒഴിവുള്ളപ്പോൾ പല പ്രാവശ്യങ്ങളും ഞാനും പറഞ്ഞിട്ടുണ്ട്, സുകുമാരൻ സാറിനെ നമുക്ക് ക്ഷണിച്ചാലോ വരുത്തിയാലോ. അന്നെല്ലാം സാറിന് വരാനെന്തോ തടസ്സങ്ങൾ പറഞ്ഞു. എന്തായാലും ഈ 23ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സുകുമാരൻ സാർ ഈ സംഘത്തിലേക്ക് വന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഒരു അഭിനന്ദനം കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസാനം അടുത്തത് ഗോപിക ജോഷി അവതരിപ്പിക്കുന്ന ഒരു സംഗീതം ശ്രവിച്ചാലോ? ഗോപിക ജോഷിയെ ക്ഷണിക്കുന്നു.
കാറ്റിൽ വിടാസേ വിണ്ണിലവെ കൊഞ്ചം ഉടുത്തിക്കൊള്ളാസേ പനിത്തുളികൾ നാരും പടുത്തുകൊള്ളാസേ ചിത്തരത്തുമേലേ സാലക്കട്ടയാസേ ചിന്ന ചിന്നാസേ சிறகடிக்குமாசே முத்து முத்தாசே முடிந்த வித்தாசே வெண்ணிலவு தொட்டு முத்தமிடாசே என்னை இந்த பூமி சுற்றி வராசே சின்ன சின்ன ஆசே சிறகடிக்குமாசே முத்து முத்தாசே முடிந்த வித்தாசേ കൈയടി കൊടുക്കാം. അടുത്തൊരു ആശംസയാണ്. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി CK മോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കമലാസൻ സാറ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളൻ ടീച്ചർ, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ആശംസ പ്രസംഗമാണെങ്കിലും ഞാൻ ഈ വേദിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജന്മം നൽകി നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന രീതികൾ, ഇതേക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും എൻ്റെ വീട്ടിൽ ഇന്ന് എന്നല്ല, ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയ 2 വ്യക്തികൾ സ്ഥിരമായി എൻ്റെ വീട്ടിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വരുമായിരുന്നു. അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മക്കൾ നോക്കുന്നില്ല, മക്കൾ നല്ല നിലയിലാണ്, നല്ല സാമ്പത്തികമുണ്ട്, പക്ഷെ അവരാരും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ മരിച്ചു പോയതാണ്. എനിക്ക് അന്നുണ്ടായ ദുഃഖം ഇന്നും എനിക്ക് മാറിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ആ മക്കള് നോക്കിയിരുന്നു എങ്കിൽ തീർച്ചയായും ഇന്നും അവരുണ്ടാകുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ സമൂഹത്തിൽ അവരുടെ പേരോ അഡ്രസ്സോ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ അറിവിലേക്ക് പറയണു, നിങ്ങൾക്കും എനിക്കും ഒക്കെ മക്കളുണ്ട്. പഴയ കാലത്തൊരു രീതി ഉണ്ടായിരുന്നു, നമ്മുടെ കാരണന്മാരുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മക്കൾക്ക് വീതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അവകാശപ്പെട്ടതാണെന്നാണ്. ഈ അടുത്ത കാലത്തൊക്കെ കോടതി വിധികളുണ്ട്, നമുക്കുടെ പേരിൽ, ഇപ്പൊ ഞാനൊരു അച്ഛനാണെങ്കിൽ എൻ്റെ പേരിലുള്ള സ്ഥലമോ വീടോ എന്താണെങ്കിലും മക്കൾക്ക് വീതിച്ചു കൊടുത്തിട്ട് അവര് നമ്മളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിന് പരാതിപ്പെടാൻ പറ്റിയ സ്ഥലമുണ്ട്. അത് കളക്ടർ തന്നെയാണ്. കളക്ടറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അവർ നമ്മളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ആ എഴുതി കൊടുത്ത പേപ്പർ തിരിച്ചു മേടിച്ച് കീറിക്കളഞ്ഞ് ആ വസ്തു നമുക്ക് തിരിച്ചു കിട്ടത്തക്ക നിയമം, കോടതി വിധി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഇന്ന് ഈ സമൂഹത്തിലെ പല വീടുകളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി അല്ലെങ്കിൽ കല്യാണം കഴിച്ചൊക്കെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മന്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്നതായിരിക്കും. എനിക്ക് മന്ത്രത്തിൽ വിശ്വാസമില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു മന്ത്രമുണ്ട്, അതിൻ്റെ പേര് തലയിണ മന്ത്രം എന്നാണ്. ഈ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കാരണന്മാർ, പല ആളുകളും ഇതേക്കുറിച്ചൊക്കെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്നോട് പറയുന്നത് അവളുമായിട്ട് ചേരില്ല, 10-25 വയസ്സ് വരെയൊക്കെ വളർത്തി കല്യാണം കഴിച്ച് എവിടെയോ നിന്ന് ഒരെണ്ണത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നീട് കാരണന്മാർ ചേരില്ല എന്നാ പറയുന്നത്. അതാണ് തലയിണ മന്ത്രത്തിന്റെ ശക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിടത്ത് ഒരു അച്ഛനും അമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. പെൺകുട്ടി ഒരു ഡോക്ടറായിരുന്നു, അതിനെ കല്യാണം കഴിച്ചയച്ചു. മകൻ എഞ്ചിനീയറാണ്, അവൻ ജോലി സംബന്ധമായി വിദേശത്ത് പോയി.
വിദേശത്ത് പോയതിനു ശേഷം അവനും വിദേശത്തുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ തള്ള മരണപ്പെട്ടു പോകുന്നു. സ്വാഭാവികമായും ആ അച്ഛൻ മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പം നമുക്കറിയാം, പെൺകുട്ടി ആരടുത്ത് കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, പിന്നെ അച്ഛൻ്റെ ബാധ്യത ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയ ചടങ്ങാണ്. പിന്നെ സ്വാഭാവികമായും ഈ മകനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ പിന്നീട് ഈ മകനും മരുമകളും കൂടി വിദേശത്ത് നിന്ന് ആലോചിച്ചു, എന്താണ് അച്ഛന്, അവർ നല്ല സ്റ്റാൻഡേർഡ് ജീവിക്കുന്നു, നാണക്കേട് ഉണ്ടാകാത്ത രീതിയിൽ അച്ഛനെ നോക്കണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ അവര് വിദേശത്ത് നിന്ന് ആലോചിച്ച് ഫ്ലൈറ്റിൽ പറന്നെത്തി വീട്ടിൽ വന്നു. അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛനെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യമൊക്കെ വെച്ച്. അച്ഛൻ ഒരു നിവൃത്തിയില്ലാതെ താനുണ്ടാക്കിയ വീട്ടിൽ നിന്നും അവിടെ നിന്ന് ഇറങ്ങി അച്ഛനെയും കുട്ടി ഇവർ ഒരു സ്ഥലത്തെത്തി. നിങ്ങൾക്കൊക്കെ അറിവുണ്ടോ എനിക്കറിയില്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ ലക്ഷങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പൈസ അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവിധ പരിചരണവും നമുക്ക് കിട്ടും. നമ്മളൊക്കെ കരുതിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പൈസ അഡ്വാൻസ് കൊടുത്താൽ നമ്മളെ നോക്കിക്കോളും, നല്ല ബിൽഡിങ്ങുകളുണ്ടാവും, നേഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, സമയത്ത് ഫുഡൊക്കെ തരും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്ലേസിലേക്ക് അച്ഛനെ ഈ മകനും മരുമകളും കൂടെ കൊണ്ടുപോയി. അതൊരു പുരോഹിതൻ നടത്തുന്ന ഒരു ആശ്രമമായിരുന്നു, അല്ലെങ്കിൽ അനാഥാലയമായിരുന്നു. എന്താണേലും മകൻ അച്ഛനെയും കൂട്ടി സ്ഥലത്ത് എന്ന പുരോഹിതനുമായി കുറേ നേരം സംസാരിച്ചു. അച്ഛനെ മാറ്റിയിരുത്തി. അതിനുശേഷം അച്ഛൻ ഈ പുരോഹിതൻ പറഞ്ഞു അച്ഛനുമായിട്ട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറഞ്ഞു. മകൻ മാറി, മകളും മാറി. അച്ഛനും പുരോഹിതനുമായി കുറച്ച് നേരം സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മക്കൾ നോക്കുമ്പോൾ അച്ഛന് ഈ സംസാരം നിർത്തുന്നില്ല. അപ്പൊ ഇവർക്ക് ഭയങ്കര ധൃതിയാണ്, എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് കടന്നു പോകണം. അപ്പോൾ ഇവര് ചെന്ന് സ്വന്തം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ഇതിന് മാത്രം ഈ പുരോഹിതന്റെ അടുത്ത് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ആ പുരോഹിതൻ പറഞ്ഞു, ഒരു ദിവസം ഇതുപോലെ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഒരുപാട് നേരം എന്നോട് സംസാരിച്ചതിന് ശേഷമാണ് നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോയത് എന്ന് ആ പുരോഹിതൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത് കൊണ്ടുപോയി വളർത്തി അവൻ ആ പിതാവിനെ അതേ അനാഥാലയത്തിൽ കൊണ്ട് ആക്കി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ചുരുക്കം. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നാം എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്ക് മക്കളുണ്ട്, നമ്മുടെ കാരണവന്മാരെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഒരിക്കൽ നമ്മുടെ മക്കൾ നമ്മളെ ഇതേ രീതിയിലുള്ള അനാഥാലയത്തിൽ ആക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ 22 വർഷത്തിൽ കൂടുതൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കമലാസൻ സാറിന്റെ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന് തുടർന്നും നല്ല രീതിയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതിനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.